സമയം ഏകദേശം ഒരു 6:30 6:45 ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാണ് ഇപ്പോൾ കടലിലേക്ക് പോകുന്നത്. കാരണം എല്ലാവർക്കും പണി മോശമായതിൻ്റെ പേരിൽ ആരും തന്നെ കടലിലേക്ക് പോയിട്ടുണ്ടായില്ല. അഴീക്കോടുള്ള ശ്രീകൃഷ്ണപ്രസാദം എന്ന് പറയുന്ന വള്ളത്തിലാണ് നമ്മളിന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു കിടിലൻ കിടക്കാച്ചി അടിപൊളി മീൻ പിടുത്ത ചാളവേട്ട വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കണം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാട്ടെ. കുറഞ്ഞ പണിയുണ്ടെന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ ഒട്ടുമിക്ക വള്ളങ്ങളും നേരെ കടലിലേക്ക് തള്ളിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കേണ്ട. ഇത് നോക്കിയേ, കണ്ട പാലം പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് അഴീക്കോടുകൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ജങ്കാർ സർവീസും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ഫെറിയാണിട്ടുള്ളത്. മീനെ കണ്ട വലടിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചേട്ടന്മാരിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന വേണ്ടി കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാരിയർ വള്ളത്തിൻ്റെ ഒപ്പം തന്നെ കെട്ടി വലിച്ചുകൊണ്ടാണ് വന്നത്. അഴി ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ കെട്ടഴിച്ച് ബാക്കിലേക്ക് വിടോളട്ടെ. ഇപ്പോൾ വള്ളത്തിനോട് ചേർത്ത് വെച്ചാണ് നമ്മൾ കെട്ടി വലിച്ചുകൊണ്ട് പോകണേട്ടാ. അഴിയിറങ്ങാറായപ്പോഴേക്കും നമ്മുടെ വള്ളത്തിൻ്റെ കെട്ടഴിച്ച് വിട്ടത് വള്ളം ബാക്കിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ട് ഈ കാണുന്നത്. ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ വള്ളം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല സ്പീഡിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം മീനെ കാണുന്ന ആരാണ്? അവരാണ് വലടിക്കുന്നത്. മീനെ കണ്ടുള്ള പണിയാണ് നമ്മുടെ ഈ വള്ളത്തിലുള്ള ഇട. ചെറുവള്ളക്കാരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ വള്ളം മാത്രമല്ല, നമ്മളിപ്പോൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈലൻഡ് വെള്ളമാണ്. അതായത് ബോട്ടിൻ്റെ സെയിം എഞ്ചിൻ ആയിരിക്കുള്ളൂ ഇതിനകത്ത് ഉണ്ടാവുന്നത്. ചെറിയ വള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ എഞ്ചിൻ വെച്ചേക്കണ ഔട്ട് ബോർഡ് എഞ്ചിൻ വെച്ചേക്കണ വള്ളങ്ങളുണ്ട് കേട്ടോ. നല്ല കിടിലൻ സൂര്യോദയം കണ്ടിങ്ങനെ വലക്കയിലിരിക്കാനായിട്ട് നല്ല രസമുണ്ടാകും. നല്ല കാറ്റുണ്ട്. അതുപോലെ ചെറിയ റോളിംഗ് ഉണ്ട്. വലിയ റോളിംഗ് ഒന്നുമില്ല, ചെറിയൊരു റോളിംഗ് മാത്രം കേട്ടോ. ഏകദേശം 1 മണിക്കൂറത്തെ ഓട്ടം കിട്ടാം നമുക്ക്. അപ്പോൾ സ്രാങ്ക് വള്ളം ഓടിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ഒട്ടുമിക്ക ചേട്ടന്മാരും നല്ല ഉറക്കത്തിലാണ്. അതുപോലെ ആര്യക്കാരൻ ചേട്ടൻ മുന്നിൽ തന്നെ മീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മീൻകൂട്ടം ഏതെങ്കിലും കാണണ്ടെന്ന് നമ്മുടെ ആര്യക്കാരൻ ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു മീൻകൂട്ടം കാണുന്നുണ്ട്. പക്ഷേ അത്രക്ക് വലുതല്ലെന്നാണ് ഇവർ പറയണത്. മുകളിൽ മാത്രം ഉണ്ടാവുള്ളൂ, അടിയിലേക്ക് ഉണ്ടാവില്ലെന്നാണ് പറയണത്. അതുകൊണ്ട് അവിടെ നമ്മൾ വലടിക്കാണ്ട് വീണ്ടും മുന്നോട്ട് തന്നെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വള്ളത്തിലതിൻ്റെ പേരിൽ അധികം ഉള്ളിലേക്ക് വരില്ല, നമുക്ക് റേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലും വള്ളക്കാർ വലടിച്ചായില്ലേ എന്നൊക്കെ നമ്മൾ വിളിച്ച് മൊബൈലിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ വയർലെസ്സിലൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ആരെങ്കിലും വലടിച്ചിട്ടുണ്ടാകുന്നു. വലടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മീനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ട മീൻകൂട്ടം അത്ര വലുതല്ലാത്തതിൻ്റെ പേരിൽ വീണ്ടും നമ്മൾ മുന്നോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കി ഇതുപോലെ പോകണം. അതായത് മീനെ കണ്ടുള്ള പണിയാണല്ലോ ഇതിനകത്ത്.
അപ്പോൾ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൻകൂട്ടം കാണുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാവുമെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ആ കണ്ട മീൻകൂട്ടത്തിനടിക്കാണ്ട് വീണ്ടും മുന്നോട്ട് പോയി. പോണ വഴി വീണ്ടും നമ്മളൊരു മീൻകൂട്ടം കണ്ട്. അതും അത്ര വലുതല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് ചാളയുണ്ട. ചാള വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മേലിൽ ഇങ്ങനെ കറുപ്പ ഭാഗം പോലെ ഇരിക്കും, കറുത്ത കളറായിരിക്കുള്ളൂ ഈ വെള്ളത്തിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കര പിടിച്ച് തന്നെയാണ് ഓടിപ്പോണത്. ഇവിടെ ഏകദേശം ഒരു 6 ഭാഗം 7 ഭാഗോളം വെള്ളമുണ്ട്. അതായത് 7 ആൾ മുകളിൽ നിൽക്കുമ്പോഴുള്ള ഹൈറ്റാണ് 7 ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ കാഴ്ചയിൽ മാത്രമല്ല മീനടിക്കണത്, നമ്മൾ GPS-നകത്ത് മീൻകൂട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ വരും. അപ്പോൾ അതും കണ്ട് നമ്മൾ ഈ ചാളപ്പണിയൊക്കെ എടുക്കണവരുണ്ട് കേട്ടോ. കണ്ട ഇതുപോലെ മീൻകൂട്ടം വരുമ്പോൾ ഇതുപോലെ ഗ്രാഫുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മീൻകൂട്ടം വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും, സ്രാങ്കിന് മനസ്സിലാവും. അപ്പോൾ അത് നോക്കി നമ്മൾ വലടിക്കുന്നുണ്ട്. അതുപോലെ കാഴ്ചയിലും ഈ വള്ളത്തിനകത്ത് വലടിക്കോട്ടെ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8 മണി 8:30 ആയിട്ടുണ്ട്. രാവിലത്തേക്കുള്ള ചോറ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. 10, 35, 40 പേരോളം ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള കലത്തിലൊക്കെയാണ് നമ്മൾ ചോറ് വെക്കുന്നത്. ഇത് നോക്കി അങ്ങ് ദൂരെ ഒരു വള്ളം വലടിച്ചിട്ട് മത്തി കിടന്നിങ്ങനെ പെടക്കണുണ്ട്. ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പുതച്ചുകൊണ്ടിരിക്കണേണ്ടി കണ്ട. അപ്പോൾ ഇവിടെ ഏകദേശം മീൻ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളും ഇപ്പോൾ കുറച്ച് ഓടിക്കഴിഞ്ഞിട്ട് മീൻകൂട്ടം കാണുകയാണെങ്കിൽ വലടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു മത്തിക്കൂട്ടത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ വലടിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ചാടോട്ടെ ചേട്ടന്മാർ നോക്കിയെന്നോ ദേ ചാടി. കണ്ട വള്ളത്തിലെ പണിയെന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ട, നേരെ റോപ്പായിട്ട് എടുത്ത് ചാടും. അതിനുശേഷം ഈ വല ആ മീൻകൂട്ടത്തിന് ചുറ്റും ഇങ്ങനെ നമ്മൾ കറക്കിക്കൊണ്ടുവന്ന് ആ ചാടിയ ആളുടെ കയ്യിലുള്ള റോപ്പ് നേരെ വാങ്ങൂട്ട. അങ്ങനെ റോപ്പ് നേരെ വള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ വള്ളത്തിനകത്ത് ചെറിയൊരു വീഞ്ചുണ്ട്. ആ വീഞ്ചിനകത്ത് നേരെ നമ്മുടെ റോപ്പ് ചുറ്റിയിട്ട് റിങ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ചുറ്റിനും വലടിച്ച് കഴിയുമ്പോൾ വലയിൽ ലോക്കായി കിടക്കണായിരിക്കുള്ളൂ മീൻ. ആകെ രക്ഷപ്പെടാനുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വള്ളം കിടക്കണ ആ ഒരു ഭാഗത്തേ കൂടിയാണ്. അപ്പോൾ അതിൽ കൂടെ രക്ഷപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ചേട്ടന്മാർ വെള്ളത്തിലേക്ക് പായണം എന്ന് പറയും. അതായത് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കോട്ടെ, മീനെ പേടിപ്പിച്ചുള്ളതാണ്. അപ്പോൾ ഇത് നോക്കി മത്തി കിടന്ന് പുതക്കണുണ്ട്. തീരെ ചെറിയ മത്തിയൊന്നുമല്ല കേട്ടോ, ഒരു മീഡിയം സൈസ് മത്തിയാണ് നമ്മിപ്പോൾ വലടിച്ചപ്പോൾ കണ്ടേട്ടാ. അപ്പോൾ എന്തായാലും ഇനി ചേട്ടന്മാരെല്ലാവരും കൂടി നല്ല ഈണത്തിൽ പാട്ടൊക്കെ പാടി വല വലിച്ചു കയറ്റാനായിട്ട് തുടങ്ങും കേട്ടോ.
ഈ മത്തി കയറുമ്പോഴാണ് കൂടുതലും നമ്മുടെ വല പുതക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തി ഈ വലനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരും കൂട്ടത്തോടെ വരുമ്പോൾ. ശരിക്കും നമ്മൾ അടിച്ച സമയത്ത് ഇങ്ങനെ കുറേ കിടന്ന് പുതക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വല അടുത്ത് നമ്മൾ മാലിന് കോരാൻ നേരത്തെ അറിയാൻ പറ്റും അത് നമുക്ക് എന്തോരം ഉണ്ടെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാം നമ്മുടെ വീഡിയോയിൽ കാണിക്കേണ്ട എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് നോക്കാട്ടോ.